ഒരു സ്ത്രീ കാണാൻ വന്നിരിക്കുന്നു. എന്താ വന്നത്? ഞാൻ മാപ്പ് ചോദിക്കാൻ വന്നതാണ്. ഒരിക്കലും നിങ്ങളെ അപമാനിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് പലപ്പോഴും പറ്റാറുള്ള അബദ്ധമാണ് എനിക്കും പറ്റിയത്. ഞാനൊരാളെ സ്നേഹിച്ചിരുന്നു. പക്ഷെ അയാൾ എന്നെ ചതിക്കുകയായിരുന്നു. വൈകിയാണ് ഞാനത് മനസ്സിലാക്കിയത്. തെറ്റ് തിരുത്തണമെന്ന ദൃഢനിശ്ചയത്തോടെ ഞാൻ തിരിച്ചു വന്നു. അവിടെ ഞാൻ വൈകിപ്പോയി. വിധി എനിക്കെതിരായിരുന്നു. എന്റെ തെറ്റിന്റെ ഫലമായി എനിക്ക് അച്ഛനും നഷ്ടപ്പെട്ടു. എനിക്ക് ബന്ധുക്കളായി ആരുമില്ല. ഞാനിപ്പോൾ അനാഥയാണ്. എനിക്ക് മറ്റെങ്ങും പോകാനില്ല. നിങ്ങൾക്കെന്നെ സ്വീകരിക്കാമോ? കൗസല്യ എന്താ ആലോചിച്ചിരിക്കുന്നത്? ലഞ്ചിന് വരുന്നില്ലേ? വരൂ. എന്തായി ഇവിടെ ഓവർ വെയിറ്റിംഗ്? വേഗം 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 താലി കെട്ടി കഴിഞ്ഞ് ഉടനെ വയ്ക്കണം. സത്യം വിട്ടുള്ള റെഡിയല്ലേ? എല്ലാം റെഡി. പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുക. ഇതെന്ത് പായസമാണ്? പാലടപ്രഥമൻ. കിട്ടുമാന്റെ പാലടപ്രഥമൻ അത്ര പ്രസിദ്ധമാണ്. അങ്ങനെയോ? ഒരല്പം ഇങ്ങോട്ട് ഒഴിച്ച് പരിശോധിക്കട്ടെ. ഉള്ളതാണ്. വേഗം സമയമില്ല. അപ്പോഴേ അങ്ങനെ കിട്ടുമാൻ ആരും ഇന്നുവരെ പരിശോധിച്ചിട്ടില്ല. എല്ലാം പന്തലിൽ തരും. പോ. എടോ, ജന വെക്കുന്നതിന് മുമ്പ് പായസം കുടിക്കാൻ താൻ ഇവിടെ എത്തി. മുഹൂർത്തത്തിന് സമയമായി. എടോ, തന്നിലോട് അവിടെ ആരാ അന്വേഷിക്കുന്നത്? അങ്ങോട്ട് പോണോ? അങ്ങോട്ട് പോണോ? ഒരല്പം ഒഴിച്ച് ഒഴിച്ചോളോ. മോനെ വാ വാ. കരയല്ലേ 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 കുഞ്ഞ് കരയല്ലേ. മോൻ ഇന്ന് കുഞ്ഞിനൊന്നും കൊടുത്തില്ല. വല്ലാതെ കരയുന്നു. നിങ്ങൾ ആര്? മോന്റെ പേരെന്താ? കുഞ്ഞിന്റെ പേരെന്താ? അത് ഞാൻ പറയാം. നിങ്ങൾ ആരാണെന്നാ ചോദിച്ചത്? അത് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ പേര് കൃഷ്ണൻകുട്ടി നായർ. കിട്ടുവമ്മാവെന്ന് വിളിച്ചാ മതി. എല്ലാവരും എന്നെ അങ്ങനെയാ വിളിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാനൊരു പാവമാണ് മോളെ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കുഞ്ഞിനെ ഇവിടെ തരൂ. ഇനി വന്ന കാര്യം പറയണം. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കിളവനെല്ലാം അങ്ങ് മറക്കും. അതുപോലെ കുഞ്ഞുങ്ങൾക്കും എന്നെ വലിയ ഇഷ്ടമാണ്.
ഓഹോ, ആയിക്കോട്ടെ. മോൾ ഈയിടെ ഒരു കല്യാണത്തിന് വന്നിരുന്നില്ലേ? അവിടെ നിന്ന് ആരോ പറയുന്നത് കേട്ടു ഇവിടെ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണമെന്ന്. അയ്യോ, അതിവിടെ ആയിരിക്കില്ല. അല്ലേ? എന്തോ കരിഞ്ഞ് മണക്കുന്നുണ്ടല്ലോ. എന്താ അടുപ്പത്ത്? എവിടെയാ അടുക്കള? നിക്കവിടെ, നിങ്ങൾ എവിടെ പോകുന്നു? ഓ, എല്ലാം കരിഞ്ഞല്ലോ. അതവിടെ വെക്ക്. അതവിടെ വെക്കെന്ന്. ഇപ്പൊ എല്ലാം കരിഞ്ഞാന്. ആഹാര സാധനം കരിക്കാൻ പാടില്ല. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പാചക ജോലി എനിക്ക് അറിയാമെന്ന് പറയുകയായിരുന്നു. അമ്മോൾ ഈയിടെ കല്യാണ സദ്യ ഉണ്ടല്ലേ, എങ്ങനെയിരുന്നു? നന്നായിരുന്നു. പാചകം എന്റെ വകയാ. കിട്ടുമാന്റെ പാചകം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാ. ഞാൻ മോളെ ജോലിയിലെല്ലാം സഹായിച്ച് ഇവിടെ എങ്ങാനും ചുരുണ്ടുകൂടി കിടന്നോളാം. മോക്ക് പുണ്യം കിട്ടും. എനിക്ക് ഇപ്പോഴുള്ള പുണ്യൊക്കെ മതി. ഇവിടെ അങ്ങനെ ഒരാൾ ആവശ്യമില്ല. നിങ്ങൾ പോണം. എന്നാ ശരി. അല്ല, എന്നെ വിശ്വാസമില്ലായിട്ടാണോ? അതുകൊണ്ടൊന്നല്ല. പിന്നെ ശമ്പളത്തിന്റെ കാര്യമാണെങ്കിൽ കിട്ടുമാന ശമ്പളം ഒന്നും വേണ്ട. അതെന്താ? കാലത്ത് ഉച്ചയ്ക്കും ഓരോ പിടി ചോറ് കിട്ടിയാൽ മതി. രാത്രി ഒന്നും വേണ്ട. കാരണം കഴിച്ച് ശീലമില്ല. പിന്നെ ഓരോ ചുരുട്ടി കിട്ടുമാൻ സമ്പാദിച്ചോളാം. അതിനുള്ള ചില്ലറ കുഞ്ഞ് ശമ്പളമായിട്ട് മാത്രം തന്നാ മതി. കൊള്ളാമല്ല ആള്. ആ കിട്ടുമാവൻ തൽക്കാലം പോയിക്കോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. മതി, അത് മതി. കുഞ്ഞ് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ തന്നെ തീരുമാനിച്ചതിന് തുല്യമാണ്. അതും കിട്ടുമാവെന്ന് തീരുമാനിച്ചാലോ? മോളെ, പൊട്ട് തൂത്താ പോവും, തലയിലെടുത്ത് തൂത്താ പോവില്ല. ഇനി കിട്ടുമാന്റെ വിധി ഇവിടെ കഴിഞ്ഞുകൂടാനാണ്. കുഞ്ഞ് വിരോധമൊന്നും പറയരുത്. ഇനി ഇവിടുത്തെ ജോലി എന്താണെന്ന് വെച്ചാ പറ. അല്ല, അരയ്ക്കാനുള്ളതല്ലേ വെറുതെ നോക്കിയിരിക്കുന്നത്? മോൾ അവിടെ നിന്നാ മതി, വിഷമിക്കണ്ട. 5 നിമിഷം നേരം എല്ലാം ഞാൻ ശരിയാക്കാം. പിന്നെ അമ്മാവന്റെ സഞ്ചി അവിടെ ഇരിപ്പുണ്ട്. മോൾ അതൊന്നെടുത്തകത്തു. ഇനി എന്താ വേണ്ടത്? പറയാം. ഈ വെണ്ടയ്ക്കൊക്കെ എന്താ വില? കിലോ 2 രൂപ. കൗസല്യ ഷോപ്പിങ്ങിന് വന്നതാണ്. അതെ, ദിവസേന ഷോപ്പിങ്ങിന് വരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഷോപ്പിംഗ് എന്നെ ഏൽപ്പിച്ചാൽ മതി. വരട്ടെ. കൗസല്യ ബുദ്ധിമുട്ടണ്ട. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? ഒരു രസമല്ലേ? ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ഈ വെണ്ടയ്ക്ക് വില ചോദിക്കുകയായിരുന്നു. ഈ വെണ്ടയ്ക്ക് എന്ത് വില? സുബു, ഇത് വെണ്ടയ്ക്കല്ല. ഓ ഓ ഓ ഓ ഈ വെണ്ടയ്ക്ക് എന്ത് വില? 2 രൂപ. സ്ത്രീകളായത് കൊണ്ടാണ് വില കൂട്ടി പറയുന്നത്. മാർക്കറ്റ് വിലയാണ് സാർ. മാർക്കറ്റ് വില. പ്രഭാകര, വെണ്ടക്കായ ഉണ്ടോ? ശരി ശരി, 1.25 രൂപ. 1.5 രൂപ തരും. പറ്റില്ല. പറ്റില്ല? അത് പറ്റില്ല. പ്രഭാകര, ശരി ശരി, വെള്ളം സാർ വേണ്ട. എടുക്കണം. 1 കിലോ താ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. മാർക്കറ്റിംഗ് എന്നെ ഏൽപ്പിക്കണം. താങ്ക് യു സുബു. ഒരു ബുദ്ധിമുട്ടില്ല. ആ വേണ്ട, ആട്ടെ, ഇങ്ങോട്ട് തരും. സുബു, ഞാൻ എടുത്തോളാം. സുബു, ഓക്കേ. എന്താ സുബു ഇത്? ആ ബാഗ് ഇങ്ങോട്ട് തരും. ആ സുബു, ഇവിടെ ഏതും നല്ല ചുരുട്ട്. ചുരുട്ടോ? ആ. കൗശല്യക്ക് എന്തിനാണ് ചുരുട്ട്? അയ്യോ, എനിക്കല്ല, കിട്ടുമാവന്, എന്റെ കുക്ക്. ഓഹോ, അത് ശരി. വരൂ, ഞാൻ വാങ്ങിത്തരാം. ബ്രേക്കില്ലേ ഇതിന്? എത്ര? 3 രൂപ. ഓ, ആട്ടോ. ഹലോ സർ. ആട്ടോ, സോറി, ചുണ്ടക്കൽ വരെ പോണം. ആ ആ ചുരുട്ട്. താങ്ക് യു സുബു. യു ആർ ഓൾവേസ് വെൽക്കം. വരട്ടെ. ബൈ. നമസ്കാരം സാർ. നമസ്കാരം സാർ. എടോ, താൻ എന്നാടോ ഈ പോർട്ടറുടെ ജോലി തുടങ്ങിയത്? കൗസല്യ ഒന്ന് സഹായിച്ചതാണ് സാർ. എന്നാലേ എനിക്കും കുറച്ച് ഷോപ്പിംഗ് നടത്തണം. വാ 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 വാ.
കൗസല്യ. അതെ, കൗസല്യ. ഇവിടെ? അതെ, ഇവിടെ. ഞാൻ ഇനിയും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നല്ലേ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എങ്കിലും എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി പറയുകയാണ്, ഞാൻ കുറ്റക്കാരനല്ല. ഞാൻ അയച്ച എഴുത്തുകൾ പോലും കിട്ടിയില്ലെന്നായിരിക്കും. കൗസല്യ അയച്ച എഴുത്തുകൾ എനിക്ക് വളരെ വൈകിട്ടാണ് കിട്ടിയത്. അതിനു മുമ്പ് രവിയുടെ കല്യാണം കഴിഞ്ഞു പോയല്ലേ? കഴിഞ്ഞുപോയത് എന്റെ കല്യാണമല്ല, കൗസല്യയുടേതാണ്. ഞാൻ ഇന്നും അവിവാഹിതനാണ്. കൗസല്യനെ വീട്ടിൽ തിരക്കി വന്നപ്പോൾ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന എന്റെ മുറപ്പെണ്ണാണ് കൗസല്യയെ തെറ്റിദ്ധരിപ്പിച്ചത്. തെറ്റിനേക്കാൾ വലുതാണ് തെറ്റിദ്ധാരണ. അത് തിരുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അതിരിക്കട്ടെ, കൗസല്യക്കും ഭർത്താവിനൊക്കെ സുഖല്ലേ? വേണ്ട, ഞാൻ ഇപ്പോഴൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് സൗകര്യം പോലെ പിന്നീട് സംസാരിക്കാം. ഗുഡ് നൈറ്റ്. കൗസല്യക്കും ഭർത്താവിനൊക്കെ സുഖല്ലേ? ഞാൻ ഇപ്പോഴൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് സൗകര്യം പോലെ പിന്നീട് സംസാരിക്കാം. ഗുഡ് നൈറ്റ്. എന്താ ഇത്? പാല്. മുഴുവനും കുടിക്കരുത്. അയ്യോ, പാടില്ല. ഒരാൾ കഴിച്ചതിന്റെ ബാക്കി മറ്റൊരാൾക്ക് കൊടുക്കുന്ന തെറ്റാണ്. എനിക്കത് ഇഷ്ടമല്ല. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ബാക്കി കിട്ടാത്തതിന്റെ വിഷമമാണോ? സാരമില്ല, അതിലും മധുരമുള്ളൊരു സമ്മാനം ഞാൻ തരാം. എന്താടി, നീ ഇതൊരു കൂത്തമ്പലാക്കാൻ പോവാണോ? ഞാൻ പഠിച്ച ഒരു വിദ്യയല്ലേ, വല്ലപ്പോഴും ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നേ ഉള്ളൂ. നീ അങ്ങനെ പല വിദ്യകളും പഠിച്ചു കാണും. അതൊന്നും ഇവിടെ പ്രാക്ടീസ് ചെയ്യണ്ട.